ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണുള്ളത്. സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കസിൻസ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു സിനിമയ്ക്കെല്ലാം പോയി അടിച്ചു പൊളിച്ചു. അങ്ങനെ അച്ചുവും ദേവും മിന്നും ഒക്കെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. പക്ഷേ ഞാൻ പോയിട്ടില്ല. ഞാൻ പണ്ടേ അങ്ങനെ ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് തിരിച്ചു പോകുന്ന കാര്യം ചിന്തിക്കുന്നതേ ഇഷ്ടമല്ല. ഇവിടെ ഇപ്പോൾ അപ്പവും കുട്ടൂസും ഉണ്ട്. അപ്പൂന് വെക്കേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അവൻ കൊൽക്കത്ത ഐസറിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂലൈ വരെ അങ്ങനെ വെക്കേഷൻ ഉണ്ട്. ഈ രണ്ട് ബാഗ് എങ്ങനെയുണ്ട്? തനൂസ് ഉണ്ടാക്കിയതാണ്. നല്ല ഭംഗിയില്ലേ? ആ കുഞ്ഞി ബാഗാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. മെയ് 26-നാണ് +2 റിസൾട്ട് വന്നത്. അപ്പവും തനുവും കൂടി കുട്ടൂസിൻ്റെ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുക. കുട്ടൂസിന് 5 A+ഉം 1 A ഗ്രേഡും, ടുട്ടുവിന് 4 A+ഉം 2 A ഗ്രേഡും ഉണ്ട്. രണ്ടാൾക്കും അഭിനന്ദനങ്ങൾ. അതിനുശേഷം ഞങ്ങൾ 4 പേരും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. ഞങ്ങളെല്ലാവരും നീന്തൽ പഠിച്ചത് ഈ കുളത്തിൽ നിന്നാണ്. മാമനാണ് നീന്തൽ പഠിപ്പിച്ചത്. ഏത് വെക്കേഷൻ ആയാലും കുളത്തിൽ പോക്ക് മസ്റ്റാ. എന്നിട്ട് 1-2 മണിക്കൂർ അതിൽ കുതിർക്കാനിട്ട പോലെ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങോട്ട് ആരും വരാറില്ല എന്നാണ് തോന്നുന്നത്. ചമ്മിയും പായലും ഒക്കെ ആയിട്ട് കുളമാകെ കുളമായിട്ടിരിക്കുകയാണ്. ഓരോ ചെറിയ കല്ലൊക്കെ എടുത്ത് കുളത്തിലേക്ക് ഇട്ട് ഓളങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങളിങ്ങ് പോകുന്നു. അപ്പോഴാണ് ഏതോ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു വള്ളി താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ആരാ തൊടുക എന്നുള്ള ഒരു പരിശ്രമത്തിലാണ് ഇവർ. അപ്പോൾ തനൂസ് വന്നിട്ട് ഞാനാ തൊടുക എന്നും പറഞ്ഞ് ചാടി നോക്കി. അവൾക്ക് എവിടെ എത്താനാ? അവളാകെ ചമ്മിപ്പോയി. അപ്പോൾ ഒന്നെടുത്ത് പൊക്കിയിട്ട് പോലും അവൾക്കത് തൊടാൻ പോലും കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഈ മെയ്ഫ്ലവർ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൻ്റെ പൂവ് നല്ല ഭംഗിയാണ്. ഇതൊന്ന് നോക്കിക്കേ. ഞാൻ ഈ പൂവ് എടുത്ത് കുറച്ചു നേരം കയ്യിൽ വെച്ചിങ്ങനെ നടന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ പൂമ്പൊടി കയ്യിലായിട്ട് അതിൻ്റെ ആ മഞ്ഞ നിറം പോകുന്നേ ഉണ്ടായില്ല. അതിനുശേഷം കുട്ടൂസും മാമനും കൂടെ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ ഇന്ന് +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദന ചടങ്ങുണ്ട്. മേപ്പയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവൻ പഠിച്ചിരുന്നത്. അതേ സ്കൂളിലെ മലയാളം അധ്യാപകനാണ് എൻ്റെ മാമൻ. അവനങ്ങ് പോയതിന് ശേഷം ഞങ്ങൾ ഷട്ടിൽ കളിക്കാൻ തുടങ്ങി. ഇപ്പം തനുവും അപ്പവും കൂടിയാണ് കളിക്കുന്നത്. ഞാനതും നോക്കി വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്നു. ഇവരിങ്ങനെ ഇത് കളിക്കുന്നത് നോക്കി നിന്നപ്പോൾ എനിക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നു. ഷട്ടിൽ കളിച്ചതും ഇടയിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നതും അതുപോലെ സൈക്കിള് പഠിച്ചതും ഒക്കെ. സൈക്കിള് പഠിപ്പിച്ചതും മാമൻ തന്നെയാണ്. ആ കുട്ടിക്കാലം തന്നെ മതിയായിരുന്നു അല്ലേ? എന്തൊരു രസമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മാമനും കുട്ടൂസും തിരിച്ചു വന്നു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗീപ്പാക്കും കൊണ്ടാണ് വന്നത്. ഇതിലും കൂടുതലുണ്ടായിരുന്നു. മുക്കാലും കഴിച്ചത് ഞാൻ തന്നെയാണ്. പിന്നെ കുറച്ച് അങ്ങോട്ടെല്ലാം കൊണ്ടു കൊടുത്തു. ഇപ്പോൾ ഞങ്ങളുള്ളത് മോഹനമാമൻ്റെ വീട്ടിലാണ്. അവിടെ നന്ദുവും ലച്ചുവും ഒക്കെ ഉണ്ട്. നന്ദു PGയും B.Edും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം PSC നോക്കുകയാണ്. ലച്ചു ആണെങ്കിൽ ഞങ്ങളെ പാഞ്ചേരി കുടുംബത്തിലെ ഭാവി ഡോക്ടറാണ്. അവളിപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജിൽ MBBS സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. അവളിപ്പോൾ 2 ദിവസത്തെ ലീവിന് വന്നതാ. ഇന്ന് തിരിച്ചു പോവുകയാണ്. അതിനു മുന്നേ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ എന്തെങ്കിലും ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, ഷീട്ട് കളിക്കുകയാണ്. ഈ കളീൻ്റെ പേരെന്താണെന്ന് എന്നോട് മറന്നു. എന്തോ തുറുപ്പ് ഷീട്ട് അങ്ങനെ എന്തോ ആണ്. എനിക്ക് പക്ഷേ ഈ കളി വലിയ പരിചയമില്ല. ഇവർ 4 കൂടെ കളിക്കുന്നത് ഞാൻ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചൊക്കെ അവർ പറഞ്ഞു തന്നിട്ട് ഒരു റൗണ്ട് ഞാൻ കളിച്ചിട്ടുണ്ട്. പക്ഷെ ശരിയായില്ല. ഇതിലിപ്പോൾ ലച്ചുവും അപ്പുവാണ് ജയിച്ചത്. ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും മാമനോടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ലേശം ലേറ്റായിപ്പോയി. ഇല്ലെങ്കിൽ ഫുൾ വീഡിയോ എനിക്ക് എടുക്കായിരുന്നു. അപ്പോഴാണ് മാമി എവിടെയോ പോയി വന്നത്. അപ്പോൾ മാമൻ മുട്ടയെടുത്ത് പുഴുങ്ങിയിട്ട് മസാലയാക്കാൻ മാമീനോട് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ ഉള്ളിവട ഉള്ളത് ഞാൻ പിന്നെയാണ് കണ്ടത്. ഇതിപ്പം വയറ് പൊട്ടുമല്ലോ എല്ലാം കൂടെ കഴിക്കുമ്പോഴേക്ക്. രാത്രി വൈകിയാണ് ഭക്ഷണം കഴിച്ചത്. കാരണം അന്ന് മുട്ട ബിരിയാണി ആയിരുന്നു മാമി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നട്ടപ്പാതിര വരെ കഥ പറഞ്ഞിട്ട് കിടന്നുറങ്ങണം.